സംസ്ഥാന ബഡ്ജറ്റ് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായും നമുക്ക് പൊതുവായിട്ടുള്ള വികസന പദ്ധതികളോടൊപ്പം UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കാർഷിക ബഡ്ജറ്റ് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകും എന്ന് ആ പ്രകടന പത്രികയിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതെടുത്ത് കാണിക്കാം. പക്ഷെ ഇതുവരെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. തമിഴ്നാടും കർണാടകയും അതുപോലെ ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയുണ്ട്. നമ്മൾ 1000 കോടി അല്ലെങ്കിൽ 1500 കോടി കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചു എന്നുള്ളതല്ല, കൃത്യമായ ഉള്ള ആ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ അതൊന്നും കണ്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ റബ്ബറിന് 250 രൂപ താങ്ങുവിലയാക്കി എന്നുള്ളത് വളരെയധികം സന്തോഷം. പക്ഷേ ഇപ്പോൾ തന്നെ ഇന്നലത്തെ വില 262 രൂപയാണ്. 300 രൂപ ആക്കും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത് പ്രകടന പത്രികയിൽ. അതെ, പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായി പ്രഖ്യാപനങ്ങൾക്ക് വിപരീതമായി ആണ് വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് എപ്പോഴും ഒരു ആരോഗ്യപരമായ ആക്ടിവിസം ഭരണത്തിലിരിക്കുമ്പോഴും പുറത്താവുമ്പോഴും പറയാറുണ്ട്, വെറുതെ കയറി പ്രതിഷേധിക്കുകയല്ല. കേരള കോൺഗ്രസ് എമ്മിന് സന്തോഷമുള്ളത് 2 കാര്യങ്ങളുണ്ട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്. ഒന്ന്, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചപ്പോൾ കർഷകന് സർവസ്വതന്ത്ര ഉപാധിരഹിത പട്ടയം അതാണ് എന്നുള്ള ഒരു അവതരണം ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. ഞാൻ ഓർക്കുന്നത് പട്ടയവുമായി ബന്ധപ്പെട്ട തൊടുപുഴയിൽ നിന്നും നൊറോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ തൊടുപുഴയുള്ള ആ കാർഷിക അവരുടെ പദയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി കർഷകന്റെ അവകാശമാണ് എന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ പോയി പ്രസംഗിച്ചു ഇതേ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട്. ഏതൊക്കെയാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെ നല്ലതാണ്, സ്വാഗതാർഹമാണ്. പക്ഷേ അത് നടപ്പിലാക്കുവാൻ കഴിയണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, പാർലമെന്റിൽ ഞാൻ അവതരിപ്പിച്ചത് കടലിൻ്റെ മക്കൾ കടലവകാശം ഒരു സബ്മിഷൻ കൊണ്ടുവന്നു. ആ സബ്മിഷന് 1.5 വർഷക്കാലം മുമ്പ് രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അതിനെ യോജിച്ച് അസോസിയേറ്റ് ചെയ്തു. നിങ്ങൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അത് ഈ കടൽ ഖനനവും തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ബഡ്ജറ്റിൽ തീർച്ചയായും കടലിൻ്റെ മക്കൾ കടലവകാശം എന്ന ധനകാര്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾ കേരള കോൺഗ്രസ് ഈ 2 കാര്യത്തിലും മുന്നോട്ട് വെച്ചത് അവരേറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി അത് കർഷകന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച് അന്ന് നടത്തിയ യോഗത്തിൻ്റെ ബുക്കുകളാണ്. ഇതാണ് അതിൻ്റെ ബുക്ക്. അതോടൊപ്പം തന്നെ കടലിൻ്റെ അവകാശം, കടലിൻ്റെ മക്കൾ, അത് നമ്മുടെ രാജ്യസഭയുടെ അതിനകത്ത് നെറ്റിൽ പോയി നോക്കിയാൽ, ഡൊമൈനിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിനുശേഷം തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പ് ഹൗസുമായി അവിടുത്തെ പിതാവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടത്തി. അന്ന് KV തോമസ് ആണ് അതിൽ വന്നിരുന്നത്, തോമസ് മാസ്റ്റർ വന്നിരുന്നത്. അത് ഖനനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അവിടെ ആവശ്യപ്പെട്ട മുദ്രാവാക്യമാണ് മുഴുവൻ പത്രങ്ങളിലും അതിൻ്റെ ക്യാപ്ഷൻ കടലിൻ്റെ മക്കൾ കടലവകാശം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതും സന്തോഷമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വന്യമൃഗത്തിൻ്റെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർഷകന്റെ ഭൂമിയിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ അതിന് കർഷകന് നേരിടാനുള്ള നടപടി ഉണ്ടാകും. അതിനുണ്ടാകും എന്നിവിടെ പറഞ്ഞെങ്കിലും അത് വ്യക്തമായി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഭരണം വന്നതിന് ശേഷം ഏതാണ്ട് 7 പേരെ ആന ചവിട്ടി കൊല്ലപ്പെടുത്തി. പക്ഷേ നമുക്കറിയാം, പണ്ടൊക്കെ ഇത് നടക്കുമ്പോൾ എന്തൊരു പ്രതിഷേധമാണ്. പക്ഷേ ഇപ്പോൾ മരിച്ചതൊക്കെ
മനുഷ്യരല്ലേ. ഞാനതൊരു എന്തെങ്കിലും വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇതിന് വ്യക്തമായി 100-200 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ടാവില്ല. വ്യക്തമായി ഇപ്പോൾ നിയമ ഭേദഗതി നടത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ അസന്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് അത് നേടിയെടുക്കാൻ ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് അഭിപ്രായം. അതേക്കാളും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഇപ്പം നടക്കാൻ പോവുകയാണ്. ആ സെക്രട്ടേറിയറ്റിനകത്ത് ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ഇവിടുത്തെ വികസന പദ്ധതികളൊക്കെ നടത്തുമ്പോൾ വലിയ ബൃഹത്തായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ ബൃഹത്തായ പദ്ധതികൾ വളരെ സൂക്ഷിച്ചു വേണം. കാരണം ഇനി കേന്ദ്രത്തിൻ്റെ ഭരണമാകരുത് നമ്മുടെ സംസ്ഥാനത്ത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ അതിന്റെ ചർച്ചകൾ ഉണ്ടാവും. അത് മാത്രമല്ല, ചില മേഖലകളിൽ ഉദ്യോഗസ്ഥർ വന്നിരുന്നത് നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഈ പറയുന്ന ചില മേഖലകൾ ഉദ്യോഗസ്ഥർ വന്നിരുന്നത് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലായാലും അത് കോടതിയിലായാലും അത് ഭരണ സംവിധാനത്തിലായാലും വന്നിരുന്നത് പ്രത്യേകം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. കേന്ദ്രത്തിന്റെ ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.